ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇതിനകത്ത് ഒരു കുഞ്ഞു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ചിക്കനും അല്ലെങ്കിൽ ഫിഷോ ബീഫോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു മിക്സ്ഡ് റൈസ് കാണിക്കുന്നുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ആ ഒരു ദിവസം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് 2 പാർട്ടായിട്ടാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ആക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് നേരത്തെ ഒന്നും എണീറ്റുണ്ടായിരുന്നില്ല. എണീറ്റപ്പോൾ തന്നെ 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എണീറ്റ് പിന്നെ എന്തുണ്ടാക്കുന്നു ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പം ഞാൻ അരി വെള്ളത്തിലിടാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പത്തിരിപ്പൊടി എടുത്തിട്ട് പത്തിരിക്കാണ് കുഴച്ചുണ്ടാക്കിയത്. അപ്പോൾ പത്തിരി ബോൾസൊക്കെ ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിങ്ങനെ കുറച്ച് പരത്തി വെക്കും, എന്നിട്ട് ഞാൻ ചുട്ട് തുടങ്ങുകയുള്ളൂ. പിന്നെ പത്തിരി അതുപോലെ ചപ്പാത്തി അതൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് റൂമിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. കാരണം ഒരുപാട് സമയമെടുക്കും ഒക്കെ തീരുമ്പോഴത്തേക്ക്. അതായത് കുഴച്ച് ബോൾസാക്കി അതിങ്ങനെ പ്രസ് ചെയ്ത് പരത്തി ചുട്ടെടുക്കണ്ടേ. അപ്പോൾ ചുട്ടെടുക്കുന്ന ആ ഒരു സമയമാകുമ്പം വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. ചപ്പാത്തിക്കും പത്തിരിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കൺസിഡറേഷന്. അപ്പോൾ ഒരു പകുതിയോളം ഞാനങ്ങനെ ചുട്ടെടുത്തിട്ട് ബാക്കിയായപ്പോഴാണ് ആൾ വന്നത്. അപ്പോൾ ആൾ ചുട്ടെടുക്കുന്ന സമയത്ത് ചട്ടിയിൽ പത്തിരിയിൽ നിന്ന് ഇങ്ങനെ പൊടി വീഴുമല്ലോ, ആ പൊടിയൊന്നും തട്ടിക്കളയില്ല. അപ്പോൾ അതുകൊണ്ട് പത്തിരി കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ടായിരുന്നു. പിന്നെ പത്തിരിയിലേക്ക് കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കറിയാണ്. ചിക്കനും ബീഫും ഒന്നും ഉണ്ടായിരുന്നില്ല കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കറിയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കും. പിന്നെ പൊട്ടോറ്റോ കറി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പത്തിരിയും കറിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് നേരം വൈകി. പത്തിരി ആയതുകൊണ്ട് കുറച്ചും കൂടെ സമയം വൈകി. നമ്മളിപ്പം അപ്പം കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുമല്ലോ. പത്തിരി ആകുമ്പോൾ മുഴുവൻ പണി കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നാട്ടിലേക്കുള്ള കോൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ലഞ്ചിന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റബിൾ മിക്സ്ഡ് റൈസാണ് കേട്ടോ. പിന്നെ കുറേ മുമ്പ് ഞാൻ ഒരു മിക്സ്ഡ് പുലാവ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ ചിക്കനൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റൈസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാച്ചിലേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. കാരണം ബാച്ചിലേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ എണീറ്റ് കഴിയുമ്പോൾ റൂമിൽ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് തട്ടിക്കൂട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ബസ്മതി റൈസ് അവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് അതുപോലെ സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് എടുക്കാം, ബീൻസ് ഉണ്ടെങ്കിൽ എടുക്കാം, അങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾസ്. അതുകൊണ്ട് ഇത് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾ മിക്സ്ഡ് ആയിട്ടുള്ള റൈസ്. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ നാട്ടിലേക്ക് വിളിക്കും. കാരണം ആ സമയത്തൊക്കെ ആയിരിക്കും, അതായത് നാട്ടിൽ ഉച്ചഭക്ഷണം കഴിച്ച് കഴിയുന്ന സമയത്താണ് ഫ്രീ ആയിട്ട് നാട്ടിലുള്ളവരെ നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തും അങ്ങനെ കോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു. ഇനി നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രമൊക്കെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്യുവറായിട്ടുള്ള കുറച്ച് മിൽമയുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഓയിലൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ഗ്രാമ്പൂ, 4-5 ഏലക്ക, പിന്നെ 2 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ. പിന്നെ ഇതിലേക്ക് നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഞാനിന്നിപ്പം റൈസ് എടുത്തിട്ടുള്ള 2.5 കപ്പാണ്. മെഷർമെൻറ്റ് കപ്പിന് 2.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ റൈസ് വറ്റിച്ചെടുത്തിട്ടാണ് കേട്ടോ പിന്നെ വെജിറ്റബിൾസൊക്കെ ആയിട്ട് മിക്സ് ആക്കുന്നത്.
അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മുടെ കൈമ റൈസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൈമ റൈസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സോക്ക് ചെയ്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള വെള്ളം പിന്നെ ആഡ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ വറ്റിച്ചെടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. ആ വെള്ളം കൂടെ വന്നു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ ഇനി റൈസൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്ക് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം റൈസ് ഒരു 3/4 ഭാഗത്തോളമൊക്കെ കുക്കായിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ കുക്കാവാനുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കും. അപ്പോഴേക്ക് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിൽ, ഒരു പരന്ന പാത്രത്തിൽ ഞാനൊന്ന് നിരത്തി വെച്ച് കൊടുക്കും. കാരണം ആ ചൂടിൽ കിടന്നിട്ട് അത് വീണ്ടും വല്ലാണ്ട് കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യും. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യാറില്ലേ, അങ്ങനെ റൈസ് നമ്മൾ ഊറ്റിയെടുക്കാതെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ആ റൊട്ടി പിടിക്കുന്ന ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും. അപ്പം ഇനി അതൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസിൻ്റെ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു സെയിം പാത്രം തന്നെ ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് ഇനി ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ മതി. ഇനി ഒരുപാട് ഓയിലൊന്നും വേണ്ട. കാരണം ഓൾറെഡി നമ്മുടെ റൈസിൽ നമ്മൾ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആദ്യം തന്നെ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പച്ചമുളകും കൂടെ നല്ലപോലെ ചതച്ചെടുത്താണ് കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുക, ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുക്കുക, 2 പച്ചമുളകും ഇത്തിരി ചേർത്തിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാട് കളറ് മാറാനൊന്നും വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു വെജിറ്റബിൾ മിക്സ്ഡ് റൈസിന് ചെറിയൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. പിന്നെ ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, താഴെയുള്ള പാർട്ട്, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, അത് കയ്യിലുള്ളത് കൊണ്ട് ബാക്കി വന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസ്, അതായത് ക്യാരറ്റ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇതുപോലുള്ള റൈസൊക്കെ ചെയ്യാൻ. നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ പിന്നെ നമുക്കത് വെള്ളത്തിലിട്ട് അത് വേവിച്ചിട്ട് എടുക്കുകയൊക്കെ വേണമല്ലോ. ഇതിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വീണ്ടും ഈ ഒരു വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ ഞാനൊരു 3/4 ടീസ്പൂണോളം മന്തി മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ഫ്ലേവറാണ്. മാത്രമല്ല കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ആ ഒരു മന്തി മസാല പൗഡർ ചേർക്കുമ്പം. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ അതല്ലാത്ത ഏതെങ്കിലും അറബിക് സ്പൈസസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2-3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത് ഞാനിവിടെ തൊട്ടപ്പുറത്തെ ഫ്ലെയിമിൽ 4 മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എന്തെങ്കിലും ഇപ്പോൾ അതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ കഴിക്കൂല എന്ന് വിചാരിച്ചിട്ട് മുട്ട വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ ചില്ലി ഗാർലിക് സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ വെളുത്തുള്ളിയുടെയും അതുപോലെ വറ്റൽമുളകിൻ്റെയും രണ്ടിൻ്റെയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള സോസാണിത്. അപ്പോൾ അങ്ങനെ ചില്ലി ഗാർലിക് സോസ് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ കുറച്ച് എരിവോട് കൂടിയിട്ട് കഴിക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുക കേട്ടോ.
അപ്പോൾ ഇത് വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ പകുതിയോളം റൈസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെജിറ്റബിൾസായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ എഗ് ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മക്കൾക്ക് പുഴുങ്ങിയ മുട്ടയാണ് ഇഷ്ടം, അതുകൊണ്ട് മുട്ട പുഴുങ്ങുന്നതാണ്. ബാക്കിയുള്ള റൈസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ ചേർക്കാം, ഗരം മസാല പൗഡർ വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഈ ഒരു പാത്രം തട്ടി കൊടുത്ത് മിക്സ് ആക്കുകയാണെങ്കിൽ ആ റൈസിൻ്റെ ഒരു പെർഫെക്ഷൻ ഒന്നും പോവില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഫൈനലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മിക്സ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ റൈസ് കേട്ടോ. ഒരു വെജിറ്റബിൾ പുലാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ് സംഭവം. ഇതിൻ്റെ കൂടെ അച്ചാറോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കിടിലനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കറിയൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ റൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം നമ്മൾ 2 മണിക്കാണ് ലഞ്ച് ഉണ്ടാക്കാൻ തന്നെ തുടങ്ങിയത്. 3-3:30 ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പല ജോലികൾക്കും പോകും, മക്കളെ പല കാര്യത്തിനും പോകും. അങ്ങനെ സാവകാശമൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 4 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇപ്പം അസർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടോ. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി ഇതിലേക്ക് അച്ചാറുണ്ട്, പക്ഷേ പപ്പടമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് മെയിൻ ഷോപ്പിങ്ങിന് പോകുന്നതാണ് കേട്ടോ വൈകുന്നേരം. അപ്പോൾ ഞാനിപ്പം അച്ചാർ മാത്രമല്ലേ, അപ്പോൾ ഇനി അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തൈര് സാലഡും കൂടെ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഉഷാറായിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ട പിന്നെ പോയി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിലേക്ക് 2 മുട്ട ഇങ്ങനെ പുഴുങ്ങിയത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മക്കളൊരു അട്രാക്ഷന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അതല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ചിക്കൻ ഒന്നുമില്ലേ, ബീഫൊന്നുമില്ലേ എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു സന്തോഷത്തിന് ഇങ്ങനെ ഭംഗിയിലൊക്കെ വെച്ച് കൊണ്ടു കൊടുക്കും പറ്റിക്കാൻ. അപ്പോൾ ഇനി എൻ്റെ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ ടൈം ഏകദേശം 6:15 ആയിട്ടുണ്ട്. കുറച്ചുകൂടെ സമയം കഴിഞ്ഞാലും മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ പുറത്ത് പോകുന്നുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊരു ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് പാത്രം കഴുകാനും അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് ജോലികളുണ്ട്. പിന്നെ ഇന്നിപ്പം നമ്മുടെ മെയിൻ ക്ലീനിങ്, അതായത് ഇപ്പം അടിച്ചു വാരുക, തുടക്കൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല റൂമിൽ. അതുകൊണ്ട് ഇന്ന് ക്ലീനിങ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതങ്ങനെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ മെയിനായിട്ടുള്ള ജോലികൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഈവനിങ് ടീ ടൈമാണ്, നമ്മുടെ ലൈറ്റായിട്ടുള്ള കട്ടൻ കുടിക്കുന്ന ആ ടൈമാണ്. അത് കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് നേരത്തെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ കുറച്ച് ഫെയറൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് വെക്കും. നമ്മുടെ കോവിഡൊക്കെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ശീലമാണ് ഇതൊക്കെ. മുമ്പ് നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ കയറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളും മുമ്പ് വെജിറ്റബിൾസ് കൂടെ അങ്ങനെ വാഷ് ചെയ്തിട്ടൊക്കെ തുടച്ചിട്ടൊക്കെയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ടെൻഷനൊക്കെ ഒന്ന് മാറി കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സ് മാത്രം നന്നായിട്ട് ഇതുപോലെ 4-5 മണിക്കൂറൊക്കെ ഫെയർ ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കും. എന്നിട്ട് പിന്നെ തുടച്ചെടുത്തിട്ടാണ് ഫ്രിഡ്ജിൽ കയറ്റുക. കാരണം മക്കൾ ഡയറക്റ്റ് പോയിട്ട് ടച്ച് ചെയ്യുന്നതാണ് ഫ്രൂട്ട്സ്. ബാക്കിയൊന്നും അവരങ്ങനെ വല്ലാണ്ട് പോയിട്ട് എടുക്കുക പിടിക്കുകയൊന്നും ചെയ്യൂല. പക്ഷേ ഫ്രൂട്ട്സ് അവർ ഡയറക്റ്റ് പോയിട്ടൊക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ട് അവർ തന്നെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇതിപ്പോഴും അങ്ങനെ വാഷ് ചെയ്ത് പിന്നെ തുടച്ചൊക്കെ വെച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഫ്രൂട്ട്സും അതുപോലെ തന്നെ ലെബനും അവർ ഡയറക്റ്റ് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാല്, ലെബൻ, ഫ്രൂട്ട്സ് അതിപ്പോഴും ഞാൻ മുമ്പത്തെ പോലെ തന്നെ വാഷ് ചെയ്തിട്ടും തുടച്ചിട്ടും ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ പച്ചമുളക് ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ കുപ്പിയിലിട്ട് വെച്ചതാണ്.
ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നാളത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ള അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. നാളെ മെയിനായിട്ട് ഇക്കാക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ ഈവനിങ് 4 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് പോകാറുള്ളത്. പക്ഷേങ്കിലും അവിടെ ചെന്നിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. മുമ്പ് അവരങ്ങനെ ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാറാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ വാങ്ങിച്ച് കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും സ്നാക്കോ എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ അധികവും ഞാൻ കൊടുത്തുവിടുക ഇഡ്ഡലിയും എന്തെങ്കിലും ചട്നിയൊക്കെയാണ് കൊടുത്തുവിടുക. കാരണം ഇക്കാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മുതിർമാർക്കൊക്കെ, അതായത് ഹൈദരാബാദി സൈറ്റിലെ മുതിർമാർക്കൊക്കെ വേണ്ടത് ഇഡ്ഡലിയാണ്. അവർ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പറയുക ഇഡ്ഡലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികവും ഇഡ്ഡലിയാണ് കൊടുത്തുവിടുക. വല്ലപ്പോഴും എന്തെങ്കിലും സ്നാക്സ് കൂടെ കൊടുത്തുവിടും. അപ്പോൾ ഇഡ്ഡലിയിലേക്കുള്ള അരിയും അതുപോലെ തന്നെ ഉഴുന്നും ഒക്കെ ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കറങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അതങ്ങനെ അരച്ച് വെക്കും. അപ്പോൾ ഇനിയുള്ള ജോലി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. നേരത്തെ ഞാൻ കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ മെയിനായിട്ട് കഴിച്ചിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള സംഭവമാണ് പാത്രം കഴുകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കഴുകിയിട്ട് ബാക്കിയൊക്കെ അവിടെ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കുറച്ച് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ഇനി എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കുക, എന്നിട്ട് പിന്നെ റെഡിയാവുക പോവുക. അപ്പോൾ ഈ പാത്രങ്ങൾ കൂടെ ഒന്ന് കഴുകിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ കംപ്ലീറ്റ് പാത്രങ്ങളും കഴുകി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. ഈ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കണം. എന്നിട്ട് പിന്നെ അങ്ങനെ പതിയെ അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങണം പുറത്തേക്ക്. ഇന്നത്തെ മെയിൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ മോൾക്കും അതുപോലെ നാട്ടിലെ ബ്രദറുണ്ട്, അവൻ്റെ മോൾക്കും പിന്നെ ബാക്കി ബ്രദർ സിസ്റ്റേഴ്സിനും ബാക്കി എല്ലാവർക്കും ഉള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ ഷൂ, ബാഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വെച്ചിട്ട് പോരണം. പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കും, അതല്ലെങ്കിൽ അവനെയും കൂടെ കൂട്ടിയിട്ട് പോയിട്ട് അങ്ങനെ എടുക്കും. പിന്നെ റൂമിലേക്കുള്ള കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോരാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് ഇത് ബോറടിക്കും. അപ്പോൾ ഇനി അത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.